വൺ പീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡ് ടെൽ നോ ടെയിൽസ്. അങ്ങനെ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സിറൂപ്പ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു വില്ലേജ് ആണ്. 7 വർഷങ്ങൾക്ക് മുന്നേയുള്ള ആ ഒരു വില്ലേജ്. അങ്ങനെ ഇപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ ആ ഒരു വഴിയിൽ കൂടിയെല്ലാം ഈ ഒരു സിറ്റീസ് ഒക്കെ പഴയ സിറ്റീസ് ആണ് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ സ്റ്റോൺ ബിൽഡിങ്സ് ആണ് കൂടുതലായിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു കൽപ്പടവുകൾക്കിടയിലൂടെ ഒരു കുട്ടിയാണെങ്കിൽ ബെല്ലടിച്ചുകൊണ്ട് ദേ നമ്മുടെ അടുത്തോട്ട് ഒരു കടൽ കൊള്ളക്കാരുടെ ഷിപ്പ് വരുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ ഈ ഒരു കാര്യം കേട്ടിട്ട് അവിടെയുള്ള നാട്ടുകാരൊക്കെ പേടിച്ച് വീടിൻ്റെ അകത്തോട്ട് ഒതുങ്ങിക്കൂടുകയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ പയ്യന്റെ സ്ഥിരം പരിപാടിയാണ്. ഒരു തവണയാണെങ്കിലും 2 തവണയാണെങ്കിലും ശരിക്കും പറഞ്ഞ ആൾക്കാരത് കേൾക്കും. ഒരുപാട് തവണ ഇവനിങ്ങനെ പ്രാങ്ക് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും അത് ശ്രദ്ധിക്കുമോ? ഇവനിനി ശരിക്കും പുലി വരുന്നേ എന്ന് പറഞ്ഞ അവസാനം പുലി വരുമ്പോൾ ആരും മൈൻഡ് ചെയ്യാത്ത ഒരു അവസ്ഥയായിരിക്കുകയാണ്. അങ്ങനെ അവനിപ്പോ ഇങ്ങനെ 7 വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ വലിയൊരു ചെറിയ രീതിയിൽ ടീനേജറൊക്കെ ആയിട്ടുണ്ട്. സോ ആ ഒരു കുട്ടിയായിട്ട് അവൻ വരുന്നുണ്ടെങ്കിലും ടീനേജറായിട്ടും ഇത്തരമുള്ള ആ ഒരു സ്വഭാവം ഒന്നും അവന് മാറിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ ഒരു മണ്ടനും പൊട്ടനും ആയിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. കാരണം ആൾക്കാരെ എപ്പോഴും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് ആൾക്കാർക്ക് അങ്ങ് സുഖിക്കോ. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പ്രായമായിട്ടുള്ളൊരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന്. അങ്ങനെ മറ്റൊരു സൈഡിലാണെങ്കിൽ നാമി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്രാൻഡ് ലൈനിലോട്ടുള്ള ആ ഒരു മാപ്പ് തൻ്റെ കൂടെയുള്ള 2 പേർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലോകവും അതുപോലെ തന്നെ വൺ പീസ് വേൾഡും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതായത് വൺ പീസ് വേൾഡിലും നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഉണ്ട്. പക്ഷേ അതിന്റെ കൂടെ തന്നെ നോർത്ത് ബ്ലൂ, ഈസ്റ്റ് ബ്ലൂ, സൗത്ത് ബ്ലൂ, വെസ്റ്റ് ബ്ലൂ എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് മാത്രമല്ല അതിലാണെങ്കിലും ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗ്രാൻഡ് ലൈനും ഉണ്ട്, റെഡ് ലൈനും ഉണ്ട്. റെഡ് ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ വൺ ആൻഡ് ഓൺലി ട്രൂ കോണ്ടിനെന്റിനെ ആണെങ്കിൽ, ഗ്രാൻഡ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രഷറിലോട്ടുള്ള ഓഷൻ റൂട്ടാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് അവൾ അവർക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പം ഇവരുടെ ആ ഒരു കപ്പലില്ലേ, ആ ഒരു കപ്പൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാമിയുടെ കപ്പലാണല്ലോ. സോ നാമി ആണെങ്കിൽ ആ സീക്രട്ട് ആയിട്ട് പുറത്തുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തൊക്കെ വെള്ളം കയറി തുടങ്ങി. അങ്ങനെ നൈസായിട്ട് ഇവരുടെ ആ ഒരു സ്ഥലത്ത് വെള്ളം കയറി തുടങ്ങി എന്നുള്ളൊരു കാര്യമാണെങ്കിൽ അവള് അവരോട് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പം അവർ തീരുമാനിക്കുകയാണ് എന്തായാലും പുതിയൊരു ബോട്ട് വേണമല്ലോ. സോ അത് വാങ്ങാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ അടുത്തുള്ള മാപ്പ് നോക്കിയിട്ട് അവർ നേരെ പോകുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള സിറൂപ്പ് വില്ലേജിലോട്ടാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിയുന്ന സമയത്ത് അവിടെ ഒരുപാട് പൈറേറ്റ്സിന്റെ ഫോട്ടോസ് എല്ലാം വാണ്ടഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതിൽ ബൂഗിയില്ലേ, ബൂഗിയുടെ ഫോട്ടോയും ഉണ്ട്. ബൂഗിക്ക് ഒരുപാട് പൈസയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇത് കാണുന്ന സോറോ പറയുകയാണ്, ഓ ഈ മരമടൻ ഇത്രയും പൈസ ഉണ്ടായിരുന്നോ, സോ ഇവനെ പിടിച്ച് കൊടുത്താൽ മതിയായിരുന്നല്ലോ എന്നുള്ള സ്കീമിൽ അവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ കപ്പൽ നോക്കി പോവുകയാണ്. മറ്റൊരു സൈഡില് ബൂഗിയാണെങ്കിൽ പെട്ടിയിൽ അടച്ചു വെച്ചിരുന്ന ഓരോ ബോഡി പാർട്സും കണ്ടുപിടിക്കുകയും വീണ്ടും അവന്റെ ശരീരഭാഗങ്ങൾ ഒട്ടിച്ചേർക്കുകയും ചെയ്യുകയാണ്. ഇതേ സമയത്ത് തന്നെ അവനെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നുണ്ട്. അയാൾ കണ്ടാൽ തന്നെ മനസ്സിലാകും അയാൾ പകുതി ഫിഷും പകുതി മാനും ആണ്. സോ ഇവരാണ് അടുത്ത ഗ്രൂപ്പ് ഓഫ് പൈറേറ്റ്സ്, അതായത് ഫിഷ്മാൻസ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. സോ അയാൾ വന്നിട്ട് പറയുകയാണ് ആർലോങ് നിന്നെ വിളിക്കുന്നുണ്ട് എന്ന്. അപ്പൊ ബൂഗി പറയാണ് ഞാനൊന്നും വരില്ല, എൻ്റെ കയ്യിൽ മാപ്പൊന്നും ഇല്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവനെയും പിടിച്ചോണ്ട്, അതായത് ബൂഗിയും പിടിച്ചോണ്ട് അയാൾ പോവുകയാണ്. അങ്ങനെ ഇപ്പം നമ്മൾ അടുത്ത സീനിൽ കാണുന്നത് ചാക്കിൽ എന്തോ ഒരു സാധനം കെട്ടി വെച്ചിരിക്കുകയാണ്. ഇത് സാധനമൊന്നുമല്ല, നമ്മുടെ ബൂഗി തന്നെയാണ്. ഇത്രയും നാള് മല പോലെ നിന്നവൻ ഇപ്പൊ എലി പോലെ ആയി എന്ന് വേണം പറയാൻ വേണ്ടി. ആർലോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിഷ്മാൻസിന്റെ പൈറേറ്റ്സിന്റെ ഹെഡാണ്. സോ അവന് ഈ മനുഷ്യന്മാരെ തീരെ ഇഷ്ടമല്ല. സോ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അതിനും ഈ ഗ്രാൻഡ് ലൈനിന്റെ മാപ്പ് വേണം. സോ അവന്റെ ലക്ഷ്യവും ഈ ഒരു മാപ്പ് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല ആ ഒരു മാപ്പ് ഉണ്ടെങ്കിൽ ട്രഷറിലോട്ട് പോവുകയും ചെയ്യാലോ. സോ അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ ഇപ്പൊ ബൂഗി ആണെങ്കിൽ നൈസായിട്ട് കുടയുന്നുണ്ട്. അപ്പൊ ബൂഗി പറയാണ് ചേട്ടാ സത്യമായിട്ടും എനിക്കറിയാൻ പാടില്ല, ഇത് സത്യമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അടിച്ചോണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും നേരം പുലി പോലെ നിന്ന ആള് ശരിക്കും പറഞ്ഞാൽ എലിയായി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അക്ഷരാർത്ഥത്തിൽ. അങ്ങനെ ആർലോങ് ആണെങ്കിൽ ഇവനെ നൈസായിട്ട് പേടിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ, ബൂഗിക്ക് പേടിയുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. അങ്ങനെ അവരും ഈ പറഞ്ഞ ആൾക്കാരെ അന്വേഷിച്ച് ഇറങ്ങുകയാണ്. അതായത് നമ്മുടെ കഥാനായകനെയും അതുപോലെ തന്നെ നാമിയെയും സോറോയെയും അന്വേഷിച്ച് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ ലൂഫിയുടെ അഭിപ്രായത്തിൽ അവൻ പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു ഗ്യാങ്ങിൽ ഒരു മെമ്പർ പോലെ ആയിരിക്കണം ഇനി വാങ്ങുന്നൊരു കപ്പല്. അങ്ങനെ അവരാണെങ്കിൽ ഒരു കപ്പല് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കപ്പലിന്റെ പുറത്തിങ്ങനെ ഒരു റാബിറ്റ് പോലത്തെ ഒരു ആളുടെ സ്ട്രക്ചർ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് ഒരാൾ വരുവാണ് ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ. അത് മറ്റാരും അല്ലായിരുന്നു, നമ്മളുടെ ഊസോപ്പ് ആയിരുന്നു.
അങ്ങനെ ഉസോപ്പ് ആണെങ്കിൽ വന്നതിന് ശേഷം ഇവർ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ഈ കപ്പിൽ വിലക്ക് തരുമോ, ഞങ്ങൾ എത്ര പൈസ വേണമെങ്കിലും തരാം, ഞങ്ങൾക്ക് ഈ കപ്പിൽ വിലക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഉസോപ്പ് പറയുകയാണ്, ഇതെൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ കായയുടെയാണ്, സോ നിങ്ങൾ അവളോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കും, ഞാൻ വേണമെങ്കിൽ നിങ്ങളെ അവളുടെ അടുത്ത് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇങ്ങനെ തള്ളി മറിക്കുകയാണ് ആസ് യൂഷ്വൽ ഉള്ളതുപോലെ തന്നെ. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് ലൂഫിക്ക് അവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവാണ്. ഇതൊന്നും നാമിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവളുടെ ഒരു ഐഡിയയിൽ എങ്ങനെയെങ്കിലും ആ ഒരു കപ്പലാണെങ്കിലും മോഷ്ടിക്കുക എന്നുള്ളതാണ്. കാരണം അവളൊരു കള്ളിയാണ്. സോ അതുകൊണ്ട് തന്നെ അവൾക്ക് എങ്ങനെയെങ്കിലും അത് മോഷ്ടിക്കാനാണ്, അല്ലാണ്ട് പൈസ കൊടുത്ത് വാങ്ങാനൊന്നുമല്ല. അങ്ങനെ ഇവൾ ഈ ഒരു കാര്യമൊക്കെ മനസ്സിലൂടെ കാണുന്നത് സോറോ ആണെങ്കിലും മാനത്ത് കാണുന്നുണ്ട് എന്ന് അവൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഈ പറഞ്ഞ ഉസോപ്പിനെ അവിടെ കാണുന്ന അവിടുത്തെ ഒരു വേലക്കാരനാണെങ്കിൽ അവനെ പിടിച്ച് പുറത്താക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ പെട്ടെന്നൊരു പെൺകുട്ടിയുടെ സൗണ്ട് കേൾക്കുകയാണ്. അതായിരുന്നു നമ്മുടെ കായ. അവളെ കാണാൻ അടിപൊളി സുന്ദരിയൊക്കെയാണ്, പക്ഷെ എന്തൊക്കെയോ അസുഖങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആക്ച്വലി ഉസോപ്പും കായയും നല്ല ഫ്രണ്ട്സ് ആണ്. പക്ഷെ ഇപ്പോൾ അവൾക്ക് വയ്യാത്തത് കൊണ്ട് എപ്പോഴും ഒന്നും ഉസോപ്പിന് അവളുടെ അടുത്തോട്ട് വരാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇന്ന് ശരിക്കും പറഞ്ഞാൽ കായയുടെ 18th ബർത്ത്ഡേ ആണ്. സോ ഇവരോട് പോകാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും അവരോട് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പോകാൻ വേണ്ടി പറയുന്നത് ക്ലാഹദോർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കായയുടെ ഏറ്റവും അവളുടെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള സെർവൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ കായയുടെ അച്ഛനും അമ്മയും ഒന്നുമില്ല. സോ അതുകൊണ്ട് അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ ഒരു ക്ലാഹദോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇയാളെ കാണുമ്പോൾ തന്നെ നമ്മൾ സോറോയ്ക്ക് എന്തൊരു ഡൗട്ട് വരുന്നുണ്ട്, ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള സ്കീമിൽ സോറോ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അതവൻ പക്ഷെ ആരോടൊന്നും പറയുന്നില്ല കേട്ടോ. ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ അയാൾ വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും കായയുടെ നിർബന്ധപ്രകാരം അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് അവിടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാൾ നിർബന്ധിതനാകുകയാണ്. ഇന്നത്തെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇവരുടെ കയ്യിൽ ഡ്രസ്സൊന്നുമില്ലല്ലോ. സോ കായാണെങ്കിൽ അവർക്കുള്ള ഡ്രസ്സ് വരെ എടുത്തോളാൻ പറഞ്ഞിട്ട് അവരുടെ റൂമിലോട്ട് വിടുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഡ്രസ്സൊക്കെ കണ്ടിട്ട് നാമി ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ലൂഫിയും അതുപോലെ സോറോയും അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറുന്നുണ്ട്. ഇതേ സമയത്ത് കായയും ഉസോപ്പും കൂടെ ചേർന്നിട്ട് ഇങ്ങനെ അവൻ്റെ കള്ളക്കഥകളും തള്ളും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പറയുന്ന കഥകളൊക്കെ നുണക്കഥകളാണ് എന്ന് കായ്ക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവളിങ്ങനെ ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവളും അവൻ്റെ ആ ഒരു കഥകളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്നേ ദിവസം തന്നെ അവിടെയാണെങ്കിൽ അവിടുത്തെ ഫുഡ് ഉണ്ടാക്കുന്ന സെർവൻസ് എല്ലാം കൂടെ ഒരു നീല കളറിൽ ഫ്ലൂയിഡ് ഇട്ട് എന്തൊക്കെയോ കുക്ക് ചെയ്യുന്നുണ്ട്. അത് കായ്ക്ക് വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഇപ്പോഴല്ലേ നമുക്ക് ക്ലാഹദോറിന്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. സത്യത്തിൽ അയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കായെ കൊല്ലുക എന്നുള്ളതാണ്. അവളുടെ അസുഖം ഇത്രയും കൂടിയതിന്റെ കാരണവും അയാൾ തന്നെയാണ്. സ്ലോ പോയിസൺ കൊടുത്ത് അവളെ ഇഞ്ചിഞ്ചായിട്ട് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ കായാണെങ്കിൽ അയാളെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് അവളുടെ 18ാമത്തെ ബർത്ത്ഡേ ആണ്. സോ ഇന്നാണ് എല്ലാ സ്വത്തുക്കളും ഇങ്ങനെ എല്ലാം നിയമപരമായിട്ട് അവളുടെ കയ്യിലോട്ട് കിട്ടുന്നത്. സോ ഇന്ന് അവളെ കൊല്ലുകയാണെങ്കിൽ അതിനെല്ലാം അവകാശി താനാകുമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷെ ലൂഫിയും ടീംസും അങ്ങോട്ട് വന്നതുകൊണ്ട് ഇനി അത് നടക്കത്തില്ല. സോ എങ്ങനെയെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഈ പറഞ്ഞ ക്ലാഹദോറും കണ്ണട വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ കണ്ണട താഴോട്ട് വീഴുമ്പോൾ നമ്മൾ വിരലുകൾ കൊണ്ടല്ല അഡ്ജസ്റ്റ് ചെയ്യാറ്. അയാൾ ഉള്ളം കൈ കൊണ്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ സോറോ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്തിട്ട് ഇയാൾക്ക് എന്തൊക്കെയോ ഡിഫറൻസ് ഉണ്ട് എന്ന് അവൻ നോട്ട് ചെയ്യുന്നത്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ മറൈൻസിന്റെ കപ്പൽ കാണിക്കുകയാണ്. അതിനകത്ത് ഇപ്പൊ നമ്മുടെ ഹെൽമിപ്പോയും അതുപോലെ തന്നെ നമ്മളുടെ ഈ പറഞ്ഞ ലൂഫിയുടെ മെയിൻ ആളായിട്ടുള്ള, അതായത് ലൂഫി രക്ഷിച്ച കോബിയും അതിനകത്തുണ്ട്. മാത്രമല്ല ഗാർപ്പോ അതിനകത്തുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പം അവരെല്ലാവരും കൂടി ഇങ്ങനെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഹെൽമിപ്പോയ്ക്കാണെങ്കിൽ നമ്മളുടെ ഈ കോബിയെ വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷെ കോബി ആണെങ്കിൽ അടിപൊളിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പം കോബി ആണെങ്കിൽ ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഹെൽമിപ്പോയ്ക്ക് അധികം ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിലും ഓക്കെ, വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അവനിങ്ങനെ സഹിക്കുകയാണ്. അങ്ങനെ ഇപ്പം അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗാർപ്പ് അവനെ വന്ന് വിളിച്ചിട്ട് അകത്തോട്ട് വരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അവർ പ്രത്യേക തരത്തിൽ കളിക്കുന്ന ഈ പറഞ്ഞ ചെസ് പോലത്തെ ഒരു കളിയുണ്ട്. അങ്ങനെ ആ ഒരു കളി കളിക്കുന്ന സമയത്ത് ആദ്യം നമ്മളുടെ കോബി തോൽക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പൊ ഗാർപ്പ് പറയാണ്, നീ ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും, വേറെ ഒരു കാര്യം നീ ആലോചിക്കേണ്ട ആവശ്യമില്ല, നീ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കും മോനെ എന്ന് പറയുകയാണ്. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ മാത്രം നോക്കി കളിക്കുന്ന സമയത്ത് കുറച്ച് മൂവുകൾ കൊണ്ട് അവൻ വിജയിക്കുകയാണ്. അങ്ങനെ ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഹെൽമിപ്പോ അങ്ങോട്ടേക്ക് വരികയാണ്. അവൻ ഇതൊന്നും അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഹെൽമിപ്പോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ആളാവണം. അതായത് കോബിക്ക് എല്ലാവരും കൊടുക്കുന്ന ആ ഒരു സ്പേസ് അവനും കിട്ടണം, അല്ലെങ്കിൽ കോബി നൈസായിട്ട് ഒഴിവാക്കണം എന്നാണ് അവൻ്റെ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അതിന് വേണ്ടിയിട്ട് സർ എനിക്കൊരു എവിഡൻസ് കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൂഫി ആണെങ്കിൽ നേരത്തെ വരച്ചിട്ട് കോമഡി ആയിട്ടൊരു മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവരുടെ ഈ ഒരു പിരേറ്റിന്റെ ആ ഒരു ഷിപ്പിന് വേണ്ടിയിട്ട്. അത് നല്ല കോമഡി സിമ്പിളാണ്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ലൂഫി വരച്ചതാണ്.
ഉറപ്പുള്ളതാണ്, പ്രത്യേകിച്ച് നമ്മുടെ ലൂഫിയുടെ മുത്തച്ഛനായ ഗാർപ്പിന്. സോ അവൻ അവിടെ ഉണ്ടാകും, അതായത് ഈ പറഞ്ഞ സീറൂപ്പ് ഐലൻഡിൽ ഉണ്ടാകുമെന്ന് അയാൾ ഉറപ്പിച്ച് പറയുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ചെറിയൊരു ഷിപ്പ് എടുത്തിട്ട് നിങ്ങൾ പോകണം. അതിന്റെ ക്യാപ്റ്റനായിട്ട് അല്ലെങ്കിൽ ഹെഡായിട്ട് ഞാൻ നിയമിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഹെൽമിപ്പോ ഇങ്ങനെ ഭയങ്കര ഷോ ഒക്കെ കാണിച്ച് വരുന്നുണ്ടെങ്കിലും നമ്മളുടെ ഗാർപ്പ് പറയുന്നത് കോബിയെയാണ്. അങ്ങനെ കോബി വളരെയധികം സന്തോഷവാനാകുകയാണ്. ഇതങ്ങോട്ട് ഹെൽമിപ്പോയ്ക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിലും കേൾക്കാതെ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് സീൻ കട്ടായതിനു ശേഷം നമ്മൾ കാണുന്നത് നമ്മളുടെ കായയുടെ ബർത്ത്ഡേ പാർട്ടിയാണ്. എല്ലാവരും അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കായയുടെ വീട്ടിലാണെങ്കിലോ കായയുടെ ബർത്ത്ഡേ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ ലൂഫിയും കൂട്ടരും എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തൻ്റെ ആ ഒരു പ്ലാൻ ആണെങ്കിൽ വർക്കൗട്ട് ആവാത്തത് കൊണ്ട് തന്നെ ക്ലാഹഡോർക്ക് ഭയങ്കര വലിയ ദേഷ്യമുണ്ട് കേട്ടോ. ഈ വീട്ടിൽ തന്നെ നമ്മുടെ കായയ്ക്ക് വേറെ ഇഷ്ടമായിട്ടുള്ളൊരു സെർവൻ കൂടിയുണ്ട്. അയാളുടെ തലയിൽ ഒരു കൊമ്പൊക്കെ ഉണ്ട്, മുടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്ന ആൾക്കാരെ പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ അയാളാണെങ്കിൽ കയയുടെ കൂടെ ഭയങ്കരമായി എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ അയാൾക്ക് കയയെ കൊല്ലുന്നതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഫുഡിന്റെ സമയമാകുന്ന സമയത്ത് ഇങ്ങനെ ഇവരോട് സംസാരിക്കുകയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസോപ്പനും അറിയത്തില്ലായിരുന്നു ശരിക്കും പറഞ്ഞ ഈ ലൂഫി ആരാണ് എന്നുള്ളൊരു കാര്യം. അങ്ങനെ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ലൂഫി അല്ലേ മോൻ, അവനോട് ചോദിക്കുന്ന വശം തന്നെ അവൻ പറയുകയാണ് അവനൊരു പൈറേറ്റ് ആണ് എന്ന്. മാത്രമല്ല അവന്റെ ക്രൂ മെമ്പേഴ്സ് ആണ് നമ്മുടെ സോറോയും നായ്മയും എന്നും പറയുകയാണ്. സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ ഉസോപ്പ് ഞെട്ടാണ്. ഉസോപ്പ് വിചാരിച്ചത് ഇവര് കച്ചവടക്കാരാണ് എന്നാണ്. അങ്ങനെ വില പറഞ്ഞ് ഇങ്ങനെ നാടുതോറും സഞ്ചരിച്ച് കപ്പലുകളൊക്കെ വാങ്ങുന്ന വലിയ കച്ചവടക്കാരാണെന്നാണ് അവൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തത്. പക്ഷെ പൈറേറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ അവനും ഞെട്ടിപ്പോവാണ്. പക്ഷെ കായ വിചാരിക്കുന്നത് ഉസോപ്പിന്റെ കൂട്ടുകാരല്ലേ, ശരിക്കും ഉസോപ്പും നല്ല രീതിയിൽ തള്ളാറുണ്ടല്ലോ. സോ അവന്റെ കൂട്ടുകാരായതുകൊണ്ട് തള്ളുന്നതാണെന്ന് വിചാരിച്ച കായയാണെങ്കിൽ കാര്യമായിട്ട് ഇതിനെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. മറ്റൊരു സൈഡില് നമ്മുടെ ലൂഫി ആണെങ്കിൽ സംസാരിച്ച് ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ഈ ഒരു സമയത്ത് തന്നെ അവൻ സംസാരിച്ച് കൈയുടെ അടുത്ത് വരെ എത്തുന്നുണ്ട്. ഇതൊന്നും ക്ലാഹദോറിനോ ഒട്ടും തന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ കൈയാണെങ്കിൽ ഇത് ഭയങ്കരമായി എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവനാണെങ്കിൽ സംസാരിച്ച് അവസാനം ടേബിളിന്റെ മുകളിൽ കയറി നിന്നൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ ഇത് സംസാരിക്കുന്നത് കാണുമ്പോൾ ക്ലാഹദോർ വന്നിട്ട് അവനോട് ഇരിക്കാൻ ആവശ്യപ്പെടുകയാണ്. പക്ഷെ ലൂഫി കേൾക്കുവോ? അങ്ങനെ ഈ ഒരു സമയത്ത് കൈക്ക് അസുഖം കൂടുകയും അവളെ അകത്തോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. അവൾക്കുണ്ടാക്കി വെച്ച വിഷം കലർന്ന ആ ഒരു ഫുഡൊന്നും അവൾ കഴിക്കുന്നില്ല. അങ്ങനെ പിന്നീട് ഈ ഒരു സംഭവത്തിന് ശേഷം ക്ലഹദോറും അതുപോലെ തന്നെ അവൾക്ക് ഇഷ്ടമുള്ള ആ ഒരു സെർവന്റ് എന്ന് പറഞ്ഞില്ലേ, അയാളും തമ്മിലൊരു ടോക്ക് ഉണ്ടാവുകയാണ്, എന്തിനാണ് കയയെ കൊല്ലുന്നത് എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഇതേ സമയത്ത് തന്നെ നമ്മൾ ക്ലഹദോറിന്റെ ഒരു പവർ അവിടെ കാണുകയാണ്. അതായത് വളരെ സ്പീഡിൽ പല സ്ഥലത്തും ഇങ്ങനെ പ്രേതങ്ങൾ വരുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അയാൾക്ക് പൊസിഷൻ മാറാൻ സാധിക്കും. മാത്രമല്ല അയാളുടെ വിരലുകളിൽ 5 കത്തികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ടാണ് അയാൾ കണ്ണടയും മറ്റും മാറ്റാനായിട്ട് അയാളുടെ കയ്യിൽ തണ്ട് ഉപയോഗിക്കുന്നത്, വിരലുകൾ ഉപയോഗിക്കാതെ. അങ്ങനെ ഇപ്പം വളരെയധികം ഇതായിട്ട് സ്പീഡായിട്ട് പൊസിഷൻസ് മാറിക്കൊണ്ട് അവസാനം ആ ഒരു സെർവൻറ്റിനെ തൻ്റെ കൈവിരലുകളിലുള്ള ആ ഒരു കത്തി കൊണ്ട് കൊന്നു കളയുകയാണ്. കാരണം കയയെ കൊല്ലുന്നതിൽ നിന്നും ഓൾറെഡി അയാൾക്ക് മനസ്സിലായി കയയെ കൊല്ലാൻ പോവുകയാണ് എന്ന്. സോ അതിൽ നിന്നും പിന്തിരിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതേ സമയം തന്നെ നമ്മുടെ ലൂഫിയും സോറോയ്ക്കും അവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു. സോറോയാണെങ്കിൽ മദ്യം തേടിയും ലൂഫി ആണെങ്കിൽ ഫുഡ് തേടിയും കിച്ചൺ നോക്കി പോവുകയാണ്. ഇതേ സമയത്ത് നാമിയാണെങ്കിൽ അവിടെ അടിച്ചു മാറ്റാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റുന്നുണ്ട് ചാക്കിലാക്കിയിട്ട്. അങ്ങനെ ഈ ചാക്കുമായിട്ട് അവൾ നേരെ ചെന്നപ്പെടുന്നത് കൈയുടെ റൂമിലാണ്. അങ്ങനെ അവളുടെ കയ്യിൽ ഈ ഒരു സഞ്ചിയൊക്കെ കാണുന്ന സമയത്ത് നമ്മളുടെ കൈക്ക് കാര്യം മനസ്സിലാവുകയാണ്. അങ്ങനെ അവൾക്ക് ആകെ ചമ്മലാവുകയാണ്. അങ്ങനെ ഇപ്പം അവൾ പറയുകയാണ്, എനിക്ക് ഒരുപാട് സ്വത്തും പണമൊക്കെ ഉണ്ട്, സോ നീ ഇതൊക്കെ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിൽ നിന്ന് കുറവൊന്നും വരാൻ പോകുന്നില്ല, നിനക്ക് ഇഷ്ടമുള്ള അത്രയും സാധനങ്ങൾ എടുത്തോ എന്ന് പറയുന്ന സമയത്ത് അവൾക്ക് ഭയങ്കരമായിട്ട് ജലസ് തോന്നുകയാണ്. അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള രീതിയിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് കൊണ്ട് തന്നെ അവളാണെങ്കിൽ ഓക്കെ നിനക്കെല്ലാം ഉള്ളത് കൊണ്ട് അങ്ങനെ പറയാമല്ലോ, മാത്രമല്ല ഞാൻ എന്തായാലും എടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഉസോപ്പ് ആരാണ്, നിന്റെ ലവർ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുകയാണ്, എൻ്റെ ലവർ ഒന്നുമല്ല, എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും കുറേ നാളുകൾക്ക് മുന്നേ നഷ്ടപ്പെട്ടതാണ്. പിന്നീട് എനിക്കധികം പുറത്തൊന്നും പോകാൻ സാധിച്ചിട്ടില്ല, എനിക്കിങ്ങനെ ഒരു അസുഖം ഉള്ളത് കൊണ്ട്. സോ അവനാണ് എപ്പോഴും എന്നെ എൻ്റർടൈൻ ചെയ്യിക്കാറ്, അവനെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ലവർ ഒന്നുമല്ല. അവൻ പറയുന്നത് നുണക്കഥകളാണെന്ന് എനിക്കറിയാം, പക്ഷേ അതൊക്കെ അടിപൊളി കഥകളാണ്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ചിരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമിക്കും അവനോട് ഭയങ്കരമായിട്ടുള്ളൊരു എന്തോ ഒരു അടുപ്പം തോന്നുകയാണ്. കാരണം അവൻ കഷ്ടപ്പെടുന്നത് ഇവൾക്ക് വേണ്ടിയാണല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ കുറച്ചു നേരം അവരിരുന്ന് സംസാരിച്ച
സംസാരിച്ചതിന് ശേഷം അവൾ ആ ഒരു റൂമിൻ്റെ പുറത്ത് വരികയാണ്. അങ്ങനെ ആ ഒരു സംസാരത്തിന് ശേഷം അവൾക്കെന്തോ ആ ഒരു സംഭവങ്ങളൊന്നും മോഷ്ടിക്കാൻ വേണ്ടി തോന്നുന്നില്ല. സോ എടുത്ത സ്ഥലത്ത് തന്നെ അവൾ എല്ലാ സാധനങ്ങളും തിരിച്ചു വെക്കുകയാണ്. ഈ സമയത്ത് സോറോയും അതുപോലെ തന്നെ ലൂഫിയും ആണെങ്കിൽ ഫുഡ് തപ്പി നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ലൂഫി തപ്പുന്നത് ഫുഡ് മാത്രമാണെങ്കിൽ സോറോ അതിൻ്റെ കൂടെ ലിക്കർ കൂടെ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുന്ന അതേ സമയത്ത് തന്നെ അവരാണെങ്കിൽ അവിടെ ഉസോപ്പ് ഇരിക്കുന്നതായിട്ട് കാണുകയാണ്. അങ്ങനെ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലൂഫി ആണെങ്കിൽ നൈസായിട്ട് ഉസോപ്പിനോട് പോയി സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് കായയായിട്ട് പരിചയം എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഉസോപ്പ് പറയുകയാണ്, ഞാനും കായയും ആണെങ്കിൽ നല്ല ഫ്രണ്ട്സാണ്, പക്ഷേ അവളെൻ്റെ ലവർ കൂടിയാണ്. അവളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവളാണെങ്കിൽ ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പൈറേറ്റ്സിനെ ജോയിൻ ചെയ്യാത്തത്. എൻ്റെ അച്ഛൻ നല്ലൊരു പൈറേറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്കും നമ്മളുടെ പിറേറ്റ് ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു ആഗ്രഹമുണ്ട് എന്നെല്ലാം അവൻ പറയുകയാണ്. പറയുന്നത് മാത്രമല്ല, ചവണ കൊണ്ട് അടിപൊളിയായിട്ട് എയിം ചെയ്ത് അവനാണെങ്കിൽ നല്ലൊരു ഉന്നമുള്ളതായിട്ടും നമ്മുടെ ലൂഫിക്ക് മനസ്സിലാവുകയാണ്. നിനക്ക് നല്ല ഉന്നമുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയുകയാണ്, അതെങ്ങനെ, എൻ്റെ അച്ഛനാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സ്നിപ്പർ ആയിരുന്നില്ലേ, സോ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ എനിക്കും ആ ഒരു കഴിവുകൾ ഉണ്ട് എന്ന് ഇവൻ പറയുകയാണ്. അവൻ്റെ അച്ഛൻ്റെ പേര് യാസോപ്പ് എന്നായിരുന്നു എന്നും പറയുകയാണ്. അങ്ങനെ നമ്മുടെ ലൂഫി ഞെട്ടുകയാണ്. കാരണം ഷാങ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സ്നൈപ്പർ തന്നെ ആയിരുന്നു ഇവൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് നിൻ്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഉസോപ്പിന് ഭയങ്കര സന്തോഷം വരികയാണ്. അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഷാങ്സുമായിട്ടുള്ള എല്ലാ പരിചയവും കഥയും ഒക്കെ ഇവൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നിൻ്റെ അച്ഛനാണെങ്കിൽ ആ ഒരു വൺ പീസിൻ്റെ അവിടെ ഉണ്ടാവും, കാരണം ഷാങ്സ് അങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത് എന്നെല്ലാം പറയുകയാണ്. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സോറോയ്ക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ സോറോ ചോദിക്കുകയാണ്, എടാ മണ്ടന്മാരെ, ഈ ഒരു കഥ നിർത്ത്, എനിക്കാണെങ്കിൽ കുടിക്കാൻ എന്തെങ്കിലും വേണം, വാ നമുക്ക് എവിടെയാണ് ലിക്കർ ഇരിക്കുന്നത് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുമ്പോൾ അവനെയും കൊണ്ട് ഉസോപ്പാണെങ്കിൽ ആ ഒരു സൈഡിലോട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന അതേ സമയത്ത് തന്നെയാണ് അവരവിടെയാണെങ്കിൽ ആ നേരത്തെ ഈ ക്ലാഹദോർ കൊന്നൊരാളിലെ അയാളുടെ ബോഡി അവിടെ കാണുന്നത്. അങ്ങനെ അവർക്ക് മനസ്സിലാവുകയാണ് ഇത് ചെയ്തത് ആരാണ് എന്നുള്ളൊരു കാര്യം. അപ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോറോയുടെ സംശയങ്ങളൊക്കെ കൃത്യമായിട്ട് സംഭവിക്കുന്നത്. അതായത് ക്ലാഹദോറിനെ കണ്ട സമയത്ത് തന്നെ അവന് തോന്നിയിരുന്നല്ലോ ഇയാളെ എവിടെയോ കണ്ടതാണ് എന്ന്. അതായത് ഇവരാ ഒരു മാപ്പിൻ്റെ പെട്ടിയാണെങ്കിൽ മുരുകൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയായിരുന്നില്ലേ, അന്ന് ആ പെട്ടിക്കകത്ത് കൂറോ എന്ന പേരായിട്ട് ഒരാളുടെ പോസ്റ്റർ ഉണ്ടായിരുന്നു. സോ അയാൾ തന്നെയാണ് ഈ ഒരു ക്ലാഹദോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം അവന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഇവർ ആ ഒരു സംഭവം നോക്കിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ലൂഫി മണ്ടനാണെങ്കിൽ ആ വിഷം കലർന്ന ഫുഡ് മക്കം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതേ സമയത്ത് തന്നെ ഇവർ ഈ ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ അയാൾ, അതായത് കുറോ അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ ഇയാളുടെ ആ ഒരു സംഭവത്തിന് ശേഷം അയാൾ കൈയെ പറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ സോറോയാണെങ്കിൽ അയാളെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ അയാൾക്കിങ്ങനെ സ്ഥാനം മാറാനും വളരെയധികം സ്പീഡിൽ മൂവ് ചെയ്യാനും കഴിവുള്ളത് കൊണ്ട് സോറോയ്ക്ക് ഒറ്റയ്ക്ക് അയാളെ അടിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ അവസാനം സോറോയുടെ ബാക്കിൽ നിന്ന് വേലക്കാരൻ്റെ സഹായത്തോടു കൂടി തലയ്ക്കടിക്കുകയാണ്. അങ്ങനെ സോറോ അവിടെ ബോധം കെട്ട് വീഴുകയാണ്. ഇത് കാണുന്ന സമയത്ത് നമ്മളുടെ പാവം ഉസോപ്പാണെങ്കിൽ ഓടിപ്പോവുകയാണ്. പക്ഷെ ഉസോപ്പിനെ പിടിക്കാൻ വേണ്ടി വേലക്കാരൻ പോകുന്നുണ്ടെങ്കിലും ഇപ്പോൾ ക്ലാഹദോർ തടയുകയാണ്. അതായത് ഇവൻ ഇത്രയും നാൾ നുണകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് പൈറേറ്റ്സ് ഇപ്പം വരുമെന്ന്. സോ ഇവൻ ഇനി സത്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല. സോ അവൻ എന്തെങ്കിലും കാണിക്കട്ടെ, നമുക്കിപ്പോൾ തന്നെ ഈ ഒരു 2 ബോഡീസും ഡിസ്പോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു വേലക്കാരോട് പറയുകയാണ്. അങ്ങനെ ഈ ഒരു സമയത്ത് നമ്മളുടെ വേലക്കാരാണെങ്കിൽ 2 ബോഡിയും കൊണ്ടുപോവുകയാണ്. സോറോയാണെങ്കിൽ ശരിക്കും മയങ്ങിയിട്ടേ ഉള്ളൂ, തലയ്ക്ക് അടി കൊണ്ടെന്ന് പറഞ്ഞാൽ അവൻ മരിച്ചിട്ടില്ല. പക്ഷേ മറ്റേ വേലക്കാരൻ മരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതേ സമയത്ത് അവിടെ ഒരു വലിയ കിണറുണ്ടായിരുന്നു. അതായത് ഇവർ വരുന്ന ഈ ഒരു ബംഗ്ലാവിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു കിണർ നമ്മളെ ആ ഒരു സീനിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കിണറിനകത്തോട് 2 പേരെയും കൊണ്ടിടുകയാണ്. മാത്രമല്ല തലയ്ക്കടിക്കാൻ ഉപയോഗിച്ച ആ ഒരു സംഭവം അതിനകത്തേക്ക് ഇടുകയാണ്. അങ്ങനെ സോറോയുടെ കാര്യം ഇനി എന്താവും, സോറോ ഇനി തിരിച്ചു വരുമോ, അതൊന്നും നമുക്കറിയത്തില്ല. മറ്റൊരു സൈഡിൽ ലൂഫിക്ക് എന്തായി എന്നൊന്നും നമ്മളെ കാണിക്കുന്നില്ല. പക്ഷെ അവൻ ആ വിഷം കലർന്ന ഫുഡ് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പം നമ്മുടെ ഉസോപ്പ് ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വീടുകളിലൊക്കെ പോയിട്ട് ഈ ഒരു കാര്യം പറയുകയാണ്. പക്ഷെ പൈറേറ്റ്സ് ഇപ്പോൾ വരുന്നു എന്ന് പറയുമ്പോൾ ആരും അവനെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അവൻ ഇരുന്ന് കരയുകയാണ്, താൻ ഇത്രയും നാളും ചെയ്ത തെറ്റിനെ ആലോചിച്ചുകൊണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉസോപ്പിൻ്റെ അച്ഛൻ ഒരു പൈറേറ്റ് ആയിരുന്നല്ലോ. ആ ഒരു സമയത്ത് നമ്മളുടെ ഉസോപ്പിൻ്റെ അമ്മയ്ക്ക് വയ്യാതാവുകയാണ്. അങ്ങനെ അവർ തൻ്റെ ഹസ്ബൻഡ് ഇന്ന് വരും നാളെ വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷ
പ്രതീക്ഷയിലാണല്ലോ ജീവിക്കുന്നത്. സോ അവരെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയാണ് അവനിങ്ങനെ നുണ പറയാൻ തുടങ്ങിയത്, പൈറേറ്റ്സ് വരികയാണ് എന്ന്. കാരണം പൈറേറ്റ്സ് വന്നിട്ടുണ്ട് എന്നാണെങ്കിൽ അവരുടെ ഹസ്ബൻഡും വരും. അതിനു വേണ്ടിയിട്ടാണ് അവനിങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തൻ്റെ അമ്മയെ ജീവിതത്തിലൂടെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആ ഒരു പിഞ്ച് ബാലൻ നടത്തിയ ചെറിയൊരു ശ്രമം മാത്രമായിരുന്നു. പക്ഷെ അതിന് എല്ലാവരും അവനെ കുറ്റപ്പെടുത്തി. അവൻ്റെ പിന്നിലൊരു സത്യം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ആരും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, മാത്രമല്ല അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം അവൻ അമ്മയോട് തൻ്റെ അച്ഛൻ തിരിച്ചു വരും എന്നുള്ള ആ ഒരു നല്ല രീതിയിലുള്ള പ്രതീക്ഷ കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ അവൻ്റെ അമ്മയാണെങ്കിൽ മരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം അവൻ ഒറ്റയ്ക്കാവുകയാണ്. അങ്ങനെ പ്രസന്റ് സീനിലോട്ട് വരുമ്പോൾ അവൻ അവിടെ താഴെ ഇരുന്ന് ഭയങ്കരമായി കരയുകയാണ്. കാരണം അവരെ എങ്ങനെ രക്ഷിക്കും? താനാണ് കയയുടെ ബംഗ്ലാവിലോട്ട് അവരെ കൊണ്ടുപോയത്. നമി എവിടെയാണെന്ന് പോലും അറിയില്ല. ബംഗ്ലാവിൽ അവൾ മോഷ്ടിച്ച സാധനങ്ങൾ തിരിച്ചു വെച്ചതായി നമ്മൾ കണ്ടതാണ്. പിന്നെ അവളെ നമ്മൾ കണ്ടിട്ടില്ല. ലൂഫി ആണെങ്കിൽ വിഷം കുടിച്ചിരിക്കുകയാണ്, സോറോ ആണെങ്കിൽ അങ്ങനെയും. സോ ഇനി എന്താണ് നടക്കാൻ പോകുന്നത്? അങ്ങനെ ഇവനിപ്പോൾ ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇവൻ്റെ അടുത്തോട്ട് ദാ വരുന്നു കോബിയും ഹെൽമിപ്പോയും. അങ്ങനെ അവരോട് കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും കുറോയെ എങ്ങനെയെങ്കിലും പിടിക്കാമെന്ന് കോബി പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ ഈ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ശരിക്കും വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു പോയിന്റിലാണ് ഈ ഒരു എപ്പിസോഡ് നമ്മളെ കൊണ്ടുചെന്ന് നിർത്തുന്നത്. ലൂഫി മരിക്കുമോ? ഇനി നമ്മളുടെ സോറോ മരിക്കുകയോ? അതുപോലെ തന്നെ നാമി ആണെങ്കിൽ അവരെ ചതിക്കോ? ഇതൊക്കെ അറിയണം എന്നാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അടുത്തൊരു എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അടുത്തൊരു എപ്പിസോഡുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരുന്നത് വരെ ദിസ് ഇസ് സ്റ്റിൽ ദെൻ ബൈ ഫ്രം us.